നീണ്ട കാലത്ത് പ്രണയത്തിന് ശേഷം ഒരാൾ അയാളുടെ പ്രണയിനിയെ തന്നെ കല്യാണം കഴിക്കുന്നു. ആദ്യ രാത്രിയിൽ അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം ഭാര്യയോട് പറയുന്നു, നോക്കൂ, നമ്മൾ ഈ പ്രണയകാലത്ത് വളരെ മധുരമായി പരസ്പരം പ്രണയിച്ച് ജീവിച്ച ആളുകളാണ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ കിടക്കുകയാണ് നമ്മൾ. ഞാൻ 4, 5, 6, 7 തവണയൊക്കെ ഒരു ദിവസം നിന്നെ വിളിച്ചും കണ്ടുമൊക്കെ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. ഇനിതാ ഐ ലവ് യു എന്നുള്ളത് ശാശ്വത സത്യമാണ്. ആ സത്യത്തിൻ്റെ സാക്ഷാത്കാരമാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ദിവസവും നിന്നോട് ഐ ലവ് യു എന്ന് പറയില്ല. അതിൻ്റെ അർത്ഥം നിന്നെ എനിക്ക് ഇഷ്ടമല്ല, പ്രണയമില്ല എന്നല്ല. പ്രണയമുണ്ട്. പക്ഷെ അത് ദിവസവും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തി നമ്മൾ. അപ്പോൾ ഇനിയൊരു മാറ്റമുണ്ടാകുമ്പോൾ, ഞാൻ ഈ ഒരു കാര്യത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ മാത്രമേ നിന്നോട് ഞാൻ ഐ ലവ് യു അല്ലെങ്കിൽ അതില്ല എന്ന് പറയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ജീവിതം തുടങ്ങുന്നത്. ചെറിയൊരു ശരാശരി ജീവിതത്തിൻ്റെ ഫ്രെയിമാണിത്. എവിടെയാണെങ്കിലും, അത് പ്രണയവിവാഹമാണെങ്കിലും അല്ലാത്ത വിവാഹമാണെങ്കിലും ഇതാണ് സത്യം. പിന്നീട് ജീവിതം തുടങ്ങുമ്പോൾ, യഥാർത്ഥത്തിലുള്ള പാർട്ട്ണർഷിപ്പിൽ ജീവിതം തുടങ്ങുന്നത് വരെയുള്ള പ്രണയകാലത്ത്, റൊമാൻറ്റിക് ആയിട്ട് പോകുന്നൊരു കാലത്ത് നമ്മൾ ഫുൾ അപ്രീഷിയേഷൻസ് ആയിരിക്കും. പ്രണയം കൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കുന്ന, പൊറുതി മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രണയത്തിന് കുറവൊന്നും ഉണ്ടാവില്ല, പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങളൊക്കെ കൂടെ കയറി വരും. അപ്പോൾ ഈ എപ്പോഴും പ്രണയത്തിൻ്റെതായിട്ടുള്ള ബഹിർസ്ഫുരണങ്ങൾക്ക് മാത്രം സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല മറ്റ് യാഥാർത്ഥ്യങ്ങൾ കയറി വരുമ്പോൾ. അതൊരു സത്യമാണ്. മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ പരസ്പരം പെരുമാറുകയും ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും, അപ്രീഷിയേഷൻസ് മാത്രമാകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അത്യാവശ്യം കറക്ഷൻസും കൂടെ ബന്ധപ്പെടും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ആ അപ്രീഷിയേഷൻസ് ഒരു ലൂബ്രിക്കൻസ് ആണ്. പക്ഷേ കറക്ഷൻസ് ഫ്രിക്ഷൻസ് ഉണ്ടാക്കും. ആ ഫ്രിക്ഷൻസ് ചെറിയ ചെറിയ താളപ്പിഴകളും ഉണ്ടാക്കും. അത് കുറേ കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ പോവുകയും ചെയ്യും. കുറേ മനസ്സിലാക്കലുകളില്ലാതെ വരുമ്പോൾ ശാശ്വതമായ പ്രശ്നങ്ങളിലേക്ക് മാറുകയും ചെയ്യും. നമ്മൾ ചുറ്റുപാട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന, വളരെ വ്യാപകമായിട്ട് നമ്മൾ കാണുന്നൊരു പ്രശ്നം തന്നെയാണിത്. ഇപ്പോൾ പ്രണയകാലത്ത് നിന്റെ കറുത്തിരുണ്ട് നീണ്ട ഈ ചുരുൾ മുടിയാണ് എൻ്റെ ഏറ്റവും വലിയ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചെന്ന് പറയുകയും, അതേ മുടി തന്നെ കല്യാണത്തിന് ശേഷം ഭക്ഷണത്തിൽ കണ്ടു കഴിഞ്ഞാൽ കൊലവിളി നടത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ. നേരെ മറിച്ചും അങ്ങോട്ട് തന്നെ ഒരു പ്രണയകാലത്ത്, വിവാഹപൂർവമായ പ്രണയകാലത്ത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ഒന്നുകിൽ നിശബ്ദമായി പോകും, അതല്ലെങ്കിൽ അതൊക്കെ ഡിപ്രീഷിയേഷനായിട്ട് അല്ലെങ്കിൽ ഒരു വിമർശനാത്മകമായിട്ട് സമീപനത്തിലേക്ക് മാറുകയും ചെയ്യും. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യബോധത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ള വളരെ പ്രധാനമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഓഫീസിൽ. അപ്പോൾ അദ്ദേഹം എന്നെക്കാൾ സീനിയർ ആയിട്ടുള്ള ആളാണ്. എന്നെക്കാൾ ശ്രേണിയിലും ഔദ്യോഗിക ശ്രേണിയിലും മുകളിലാണ്. നല്ല ഫെസിലിറ്റീസും സൗകര്യമുള്ള ആളാണ്. കാറും ഡ്രൈവറൊക്കെ ഉള്ള അത്തരം ഫെസിലിറ്റീസ് ഉള്ളൊരു എക്സിക്യൂട്ടീവ് മാനേജറിൽ കേട്ടുള്ള ആളാണ്. അപ്പോൾ ആളെക്കുറിച്ചൊരു തമാശ പറയുന്നത്, പ്രണയിച്ച കാലത്ത് പലപ്പോഴും ഓഫീസിൽ കാണാറില്ല. നല്ല മിടുക്കനായതുകൊണ്ട് ഒഫീഷ്യൽ ഡ്യൂട്ടികളൊന്നും കുറവ് വരുത്താറില്ലെന്ന് മാത്രമേ ഉള്ളൂ. പ്രണയം കഴിഞ്ഞ് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലും ഇദ്ദേഹം ഒരു 3 മണിയാവാൻ, 5 മണിയാണ് ഓഫീസ് ടൈമിൽ, 3 മണിയാവാൻ കാത്തു നിൽക്കും. 2:30 മണി 3 മണിയാകുമ്പോഴേക്കും ആൾ സ്ഥലം വിട്ടിട്ടുണ്ടാവും. കാലത്ത് വരാനും നേരം വൈകും, എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ്. അപ്പോൾ പൊതുവെ സ്മാർട്ടായിട്ടുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് ആരും പ്രശ്നം ഉണ്ടാക്കാറുമില്ല. അങ്ങനെ പോയി കുറേ കഴിയുമ്പോൾ, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ നേരത്തെ ഏറ്റവും ആദ്യം ഓഫീസിലെത്തുന്ന ആളായിട്ട് മാറി. അത് എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല. കാരണം അതൊരു പുതിയ ഉത്തരവാദിത്തങ്ങളുടെ ഒരു സമ്മർദ്ദമാകാമെന്നൊക്കെ തോന്നി. നേരത്തെ വരുന്നു, നേരത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, കുറച്ചും കൂടെ കാര്യമായി എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു, ഒഫീഷ്യലായിട്ട് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുന്ന അവസ്ഥയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഓഫീസ് ടൈം കഴിഞ്ഞാലും പോകാൻ റിലക്റ്റൻ്റ് ആവുകയാണ്. പിന്നെ പതുക്കെ നോക്കുമ്പോൾ കിലോമീറ്ററോളം ദൂരം ഡ്രൈവ് ചെയ്ത് കാറിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ വരുന്ന ആള് നടന്നു പോകുന്നത് ഈ ഓഫീസിലേക്ക്. അത് എക്സാജറേഷൻ അല്ലാണ്. അപ്പം നടന്നു പോകുന്ന നല്ല ദൂരമുണ്ട്. അതായത് ഒരു 1-2 മണിക്കൂറോളം നടന്നാലേ വീട്ടിലെത്തൂ എന്നുള്ള സ്ഥലത്ത് നടന്നു പോകാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ നടന്നുപോക്കിൻ്റെ കാരണം ആദ്യം പറയുന്നത് വ്യായാമത്തിന് വേണ്ടിയിരുന്നതാണ്. വ്യായാമമാണ് പ്രധാനമായിട്ടും ഉദ്ദേശം. കാരണം വീട്ടിൽ പോയാൽ സമയം കിട്ടുന്നില്ല, ഓഫീസിൽ സമയം കിട്ടുന്നില്ല. അപ്പോൾ എന്തെങ്കിലും വ്യായാമം വേണ്ടേ, എന്നാൽ പിന്നെ തിരിച്ചുപോക്ക് നടപ്പാക്കാം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം ആരുടെ വളരെ സ്വകാര്യമായ സുഹൃത്ത് സദസ്സുകൾ പറഞ്ഞു പോലും 2 മണിക്കൂർ നേരം വൈകി എത്തിയാൽ അത്രയിലേ സഹിക്കേണ്ടു എന്നാണ്. അപ്പുറത്ത് ചോദിച്ചാലും ഇത് ഉത്തരം കിട്ടും. 2 മണിക്കൂർ നടന്നു വരേണ്ട അവർ വീട്ടിൽ വൈഫ് പറയുകയില്ല. കാര്യം നടന്ന് അത്രയും ദൂരം വന്നാൽ അത്രയും സമയം പോയി കിട്ടുന്ന അവർ വിചാരിക്കുന്നുണ്ടാവും. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഇത് യാഥാർത്ഥ്യമാണ്. ഞാനിത് പറയുന്നത് ആരെങ്കിലും, പൊതുവെ എല്ലാ വീഡിയോകളും തന്നെ, പ്രത്യേകിച്ച് ജീവിതത്തിലെ
ഏതെങ്കിലും പ്രത്യേക ഘടന വെച്ചിട്ടോ സംഭവം വെച്ചിട്ടൊന്നുമല്ല പറയുന്നത്. പൊതുവേ നമ്മൾ കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിലും മറ്റു ജീവിതത്തിലും കാണുന്നതും ശ്രദ്ധിക്കുന്നതും മനസ്സിലാക്കുന്നതും വായിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സാധാരണമാണ്. അതൊരു അസാധാരണമാവാതിരിക്കാൻ ശ്രമിക്കുകയും ഭദ്രമായ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തി പോകാനായിട്ടുള്ള ഊഷ്മളമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് ഞാൻ സ്ഥിരം വരാൻ ഉദ്ദേശിക്കുന്നു. ദയവേദ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ട്രെയിൻ ഗിരീഷ് എന്നാണ് ഇതിൻ്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യുക, സ്ഥിരമായിട്ട് കാണുക, ഷെയർ ചെയ്യുക, ദോഷമില്ലെങ്കിൽ, ബോറടിക്കുന്നില്ലെങ്കിൽ. താങ്ക് യു.